ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പലരും പറയാറുണ്ട്, സാറേ അവളെന്നെ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു, അവസാനം ഇപ്പോൾ പറയുന്നത് അവൾക്ക് എന്നെ വേണ്ട എന്നുള്ളതാണ്. അവൾ ഇട്ടേച്ചു പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നതാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ചർച്ച നടക്കുന്ന സമയത്ത് പല ആളുകളും വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒരാളെ നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് അത് സ്നേഹം നടിക്കുകയാണോ, അതോ നമ്മളെ പറ്റിക്കുകയാണോ, അതോ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അവൾ സ്നേഹം നടിക്കുകയാണ് അഥവാ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവൾക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ്. ഒരു നാച്ചുറലി ഒരാളെ കാണുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, അതൊന്നും അവരുടെ മുഖത്ത് ഉണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ മുഖം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അധിക സമയങ്ങളിലും അവർ ബോർഡായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലായിരിക്കും. എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും അതേ ഒരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് വലിയ രീതിയിലുള്ള താല്പര്യമൊന്നുമില്ല. പിന്നെ കാണുന്നതും മിണ്ടുന്നതും സംസാരിക്കുന്നതൊക്കെ അവർ നടിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, അവരൊരിക്കലും നിങ്ങളെ മീറ്റ് ചെയ്യാനോ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് കൂടുതലായിട്ട് താല്പര്യം കാണിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങളാണ് അങ്ങോട്ട് താല്പര്യം കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നുക. അടുത്തൊരു സൈനായിട്ട് പറയുന്നത്, നിങ്ങളെപ്പോഴും അവരെ ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ തോന്നുക. നിങ്ങൾ അവരെന്താ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ഒരു ഇനീഷ്യേഷനും എടുക്കുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇടുന്നത്, നിങ്ങൾ മാത്രമാണ് അങ്ങോട്ട് ചേസ് ചെയ്യുന്നത് എന്നൊരു ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. പോസിറ്റീവ് മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത്, അവൾ സ്നേഹം നടിക്കുകയാണ് എന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള ഒരു സൈനാണത്. ഇനി നാലാമത്തെ സൈൻ പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ നൽകാം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന സമയത്ത് അവർ പതിയെ ആ സബ്ജക്റ്റ് മാറ്റി വേറെ ടോപ്പിക്കിലോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതൊരു സൈനാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, അവർ ഒരുപാട് സീക്രട്ടുകൾ ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഒരു ഗട്ട് ഫീൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്നായിക്കോട്ടെ. ഇപ്പോൾ അവരുടെ മൊബൈൽ ഫോണിന് പാസ്വേഡ് ഇടുക, പാസ്വേഡ് പറഞ്ഞു തരാതിരിക്കുക. അതുപോലെ തന്നെ ഒരു കോൾ വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കാതെ വിട്ടുപോയിട്ട് സംസാരിക്കുക. ഇത് തുടരെ നിങ്ങൾക്ക് ഒരു ഡൗട്ടായിട്ട് സംശയമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണെങ്കിൽ അതും ഒരു സൈൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ഒന്നും നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയേണ്ട കേട്ടോ എന്ന് നിങ്ങളോട് പറയുകയും അത് അവരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്, നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ, പബ്ലിക്കായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, അവരുടെ കൂടെ പോകുന്ന സമയത്ത് അവർ പബ്ലിക്കിനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുക. ചില ആളുകൾ വീട്ടിൽ അറിഞ്ഞാലോ എന്ന് കരുതിയിട്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു രണ്ടുപേരും രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്, അത് സ്വന്തം നാട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെയായിരിക്കും. കുറച്ച് ഡിസ്റ്റൻസിൽ പോകുമ്പോഴും അത്തരത്തിലുള്ള ഭയവും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ അവർക്ക് വേറെ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അവരൊക്കെ കണ്ടാലോ എന്നുള്ള ഭയമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസിലും അവർ അത്തരത്തിൽ ഈ സൊസൈറ്റിയെ ഭയക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് അവരിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നടിക്കുകയാണെന്നുള്ളത് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റുകളിൽ ഒന്നോ രണ്ടോ പോയിന്റ്സ് മാത്രം വെച്ചുകൊണ്ട് ഒരാളെ നമ്മൾ ഉറപ്പിച്ച് അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. തുടർന്ന് വരുന്ന സൈൻസും ഇതിൽ ഓൾമോസ്റ്റ് ഒരു 5-6 സൈൻസ് ഒക്കെ ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ
അയാൾ സ്നേഹം നടിക്കുകയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സൈനായിട്ട് പറയുന്നത് അവരൊരിക്കലും നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. നിങ്ങളെന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിലോ നിങ്ങളെ കൂടെ കൂടിച്ചേർന്ന് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുക, കൺഗ്രാജുലേഷൻ പറയുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും അവരുടെ ഭാഗത്തു നിന്നും വരത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ചില ആളുകൾ അത് കോൺഷ്യസ് ആയിട്ട് തന്നെ പറയും, ചില ആളുകൾ അത് തീരെ പറയുന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് മെച്യൂരിറ്റി ഒക്കെ ആയി കുറച്ച് ഏജൊക്കെ ആണെങ്കിൽ ഇന്ന് ലിവിങ് ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സെക്ച്വൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ടച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു മൂഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അഥവാ നിങ്ങൾ തൊടുന്നതോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് നിരന്തരമായിട്ട് റിജക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമായിരിക്കത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിസിക്കൽ ടച്ചോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റോ ഒക്കെ നടക്കുന്നതിനോട് പൂർണ്ണമായിട്ടും താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നടിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം നടത്തുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്കൊരു ബോറിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്, ഒരു ഹാപ്പിനെസ് അതിൽ നിന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് ചെറിയ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ വഴക്കോ സൗന്ദര്യപ്പിണക്കമോ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും വേണ്ട നമുക്കിത് ശരിയാവില്ല, ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്ത് പോവുക, തൊട്ടടുത്ത ദിവസം വീണ്ടും അൺബ്ലോക്ക് ചെയ്തിട്ട് വരിക, ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടോ? അതോ ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് ബ്രേക്കപ്പ് പറഞ്ഞു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. അവർ സ്നേഹം നടിക്കുന്ന ആളുകളാണ്. അല്ലാത്ത ആളുകൾ എന്താ ചെയ്യുക? അത് സോൾവ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ് ചെയ്യുക അല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലായിട്ട് അവൾ നന്നായിട്ട് നുണ പറയുന്നുണ്ട് എന്നുള്ളത് തോന്നുക, അത് നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവൾ എവിടെ പോകുന്നു എന്നുള്ളത് കള്ളം പറയുക, അല്ലെങ്കിൽ അവൾ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് വിളിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അഥവാ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല മണിക്കൂറുകളോളം, അപ്പോൾ എന്താണ് ആരാണ് വിളിച്ചിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയുന്നത് സത്യമായിരിക്കാം, ചിലപ്പോൾ നുണയായിരിക്കാം. അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ സഹിതമോ നിങ്ങൾക്ക് അത് അവൾ പറയുന്നത് കള്ളമാണെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വെറും തോന്നൽ മാത്രം എടുക്കരുത്, അങ്ങനെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ മേ ബി ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കാം, നിങ്ങളോട് സ്നേഹം നടിക്കുന്നതായിരിക്കാം, അവൾക്ക് എന്തെങ്കിലും നീഡ്സ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ മണി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാൻ സപ്പോർട്ട് കിട്ടാനൊക്കെ ആയിരിക്കാം. അപ്പോൾ അത്തരം സിറ്റുവേഷനിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവർ സ്നേഹം നടിക്കുകയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, അല്ലാതെ വെറുതെ വിളിച്ച് സുഖമാണോ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള മനസ്സൊന്നും കാണിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു ഡീപ്പ് റിലേഷൻഷിപ്പാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 10-15 സൈൻസ് ഞാൻ ഈ വീഡിയോസിലൂടെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സയൻസ് എല്ലാം കൂടി ഒന്ന് നോക്കുക. ഒരു 5+ അല്ലെങ്കിൽ ഒരു 7+ ഒക്കെ സയൻസ് കാണുന്നുണ്ടെങ്കിൽ അവൾ സ്നേഹം നടിക്കുകയാണ്. പതിയെ മൈൻഡൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം കംപ്ലീറ്റ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനാണെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ഭ്രാന്തമായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരണം, അവരുടെ കൂടെ നല്ലൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം 10 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് 100% റിസൾട്ട് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രെയിനിങ്, കോച്ചിങ്, മെൻറ്ററിങ് പരിപാടികളൊക്കെ ഉണ്ട്, കോഴ്സുകൾ അടക്കമുണ്ട് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലോട്ടൊക്കെ വരാവുന്നതാണ്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.